ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ടു ഗോവ. നമ്മുടെ ഗോവയിലെ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കറങ്ങാൻ ഇറങ്ങുകയാണ്. നമ്മൾ ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. നമ്മളെ യാത്ര, സോറി ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു, ഇങ്ങോട്ട് തിരിച്ചോ. 4 ദിവസം ഉണ്ട് ഞാൻ പറഞ്ഞു, അതിൻ്റെ മിസ്റ്റേക്കാണ്. 2 ദിവസം ഉള്ളായിരുന്നു. സോറി ഗൈസ്, പറഞ്ഞത് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇന്നുകൂടി നമ്മൾ ഗോവ കറങ്ങുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു. സൗത്ത് ഗോവയാണ് നമ്മുടെ ലക്ഷ്യം. ആ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുക. ഇതാണ് നമ്മളെ ഇന്നലെ താമസിച്ച കൊക്കോ ഹെറിറ്റേജ് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ രാത്രിയത്തെ വീഡിയോയിൽ അധികം കാണിച്ചാൽ കഴിഞ്ഞാൽ മഴ പെയ്തു, ഞങ്ങൾ ക്ഷീണിച്ചു ഉറങ്ങിയും പോയി. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, ഇന്നലെ ഫുള്ള് വെയിലാണെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ മയക്കിലെ കുറവാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഴ പെയ്യും. മഴ ഉണ്ടായിക്കോട്ടെ, നേരം മഴ രസകരം, കൂടുതൽ പെയ്യാന്നാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിനാണ് പോകുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ കണ്ട ലേക്ക് ഗോവയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലേക്ക് ഗോവയിലേക്ക് പോകാം. 2 ദിവസമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ലേക്ക് ഗോവ. ബാഗ് കൂടെ വെക്കാം. പൂരി, ഇഡ്ഡലി, ചായ, പിന്നെ ഇത് റവ ഉണ്ട്. ഇവിടെ ഇന്ന് മഴയാണ്. അപ്പം ഞങ്ങൾ 2 കോട്ട് വാങ്ങാൻ വണ്ടി നിർത്തി. നമ്മുടെ നാട്ടിലെ കോട്ട് 100 റുപ്യൻ്റെ കോട്ടിന് 250 റുപ്യ. 100 റുപ്യൻ്റെ വേറൊരു കോട്ടുണ്ട് ഇവിടെ. ഇത് ആകെ കറി റെയിൻ കോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾഡ് ഗോവയിലുള്ള ബേസിലിക്ക ഓഫ് ബോം ജീസസ്. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം കാണുന്നത്. ആ കാണുന്നതാണ് ആ പള്ളി, സാൻ ഫ്രാൻസിസ്കോ ബേസിലിക്ക പള്ളി, ഓൾഡ് ഗോവ. ഇതാണ് ഓൾഡ് ഗോവയിലുള്ള ആ പള്ളി. ഇവിടെ ഞാൻ 2019 കോളേജ് ഐവിക്ക് വന്നപ്പോൾ ഇവിടെ ഞാൻ വന്നിരുന്നു. ബീച്ചും പോയിരുന്നു. ഒക്കെ ഒരു നൊസ്റ്റാൾജിയായി കിടക്കുന്നു. ഇതാണ് ആ പള്ളിയുടെ ബാക്ക് വരുന്നത്. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്, കാരണം ഇന്ന് മഴയാണ് ഇവിടെ. അപ്പോൾ വലിയ ക്ലിയർ ഉണ്ടാവില്ല, കാലാവസ്ഥ വിഷയമാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാല്ലേ? പോർച്ചുഗീസുകാരുടെ ഒരു സൃഷ്ടി. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. പക്ഷേ ഇവിടെ നോ ഫോട്ടോഗ്രാഫി, നോ വീഡിയോഗ്രാഫി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല, അയക്കൂല, എന്തെന്ന് അറിയില്ല. ഇതാണ് സാൻ ഫ്രാൻസിസ് ചർച്ച് ഓൾഡ് ഗോവ. സൗത്ത് സൈഡ് ഗോവയിൽ വരുന്ന ഒരു പോർച്ചുഗീസ് നിർമ്മിതിയായ ഒരു ചർച്ചാണിത്. ഇവിടെ ഇന്ന് മഴ ഉണ്ട്. അപ്പോൾ ഇത് മൂടിക്കെട്ടി കാലാവസ്ഥയാണ്. വീഡിയോക്കൊന്നൊരു ഇതിൽ കിട്ടുന്നില്ല, കോൺഫിഡൻസ് കിട്ടുന്നില്ല, എനിക്ക് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട്. 2019
കോളേജിൽ നിന്ന് വന്നിരുന്നു. ബിബിയൻസ് മക്കൾസ് ഞാൻ എത്തിയിട്ടുണ്ട്. ഓർമ്മകളായവർക്കാ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോള വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണിത്. ഇത് കേരളമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഡോണാപോള വ്യൂ പോയിന്റ്. ഡോണാപോള വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അതാണ് ഡോണാപോള വ്യൂ പോയിന്റ്. അവിടെ കടലിലേക്ക് നോക്കി നിൽക്കുക. സാധാരണ മലമുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഡോണാപോള വ്യൂ പോയിന്റിൽ എൻട്രി ഫീ വരുന്നത് അഡൽട്ടിന് 50 രൂപയും മൈനസിന് 25 രൂപയുമാണ്. ഒന്നുമില്ല, ഒരു വ്യൂ പോയിന്റ്. കടലിലേക്ക് നോക്കി നിൽക്കുക. കടൽ വ്യൂ ആയിട്ട് വരുന്ന ഡോണാപോള വ്യൂ പോയിന്റ്. പിന്നെ ഇവിടെ അപ്പുറത്ത് ജെറ്റ് സ്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വേണ്ടിയവർക്ക് അത് ചെയ്യാം. ഇവിടെ കുറേ കടകളുണ്ട്. നമ്മൾ കയറില്ലേ നമുക്ക് കയറല്ലേ? നമുക്ക് എന്തെങ്കിലും കുടിക്കുക. ആ സിംഗം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇതോ ഹിന്ദി സിംഗം. നോക്ക് ആ മുമ്പിൽ നോക്ക് കുടത്തുള്ള സിംഗം മസാല സോഡ ഒരു കച്ചവടാക്കി കടലിലേക്ക് വെക്കണ. എടാ ഇത് CG ആണല്ലോ കണ്ടിട്ട്. അത് ഡൂപ്പാണ്. ഇതില്ലേ ഇതാണ് സിംഗം. ഹിന്ദി സിംഗം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ. സിംഗം മസാല സോഡ പോലെ കച്ചവടമാക്കി. ആ ടോപ്പായി. ഒരു വെറൈറ്റി സിംഗത്തിന് ഇടുന്ന മേടിച്ച്. I'm from Portugal. Oh, that's nice. Huh? That's nice. Cristiano Ronaldo fan. Huh? You're solo? Sorry? Solo? നമുക്ക് പോർച്ചുഗലത്തെ ഒരാളെ കിട്ടി. അതെ. This is a shirt that I'm This is wearing for a vlog. long time. You vlog. That's okay. Will you subscribe my channel? Huh? Subscribe my channel? Yes, tell me. You have to tell me. In your phone? Yes, I have it. Okay. Guys, നമുക്ക് ഒരു പോർച്ചുഗീസ്. But I don't have internet. You have to tell me. You can stop and then without glasses I cannot see. നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടോ? Write your number. ഇനി പോർച്ചുഗലിലേക്ക് പോകുന്നതാണ് മിസ് ബാഗ്. Yeah. മിസ് ബാഗ് പറഞ്ഞോണ്ട് പറഞ്ഞു പോർച്ചുഗലിലേക്ക് വരുമ്പോൾ വിളിച്ചാന്. അല്ലേ വിളിച്ചില്ലേ പോർച്ചുഗലിലേക്ക് പോകുമ്പോൾ? ഗൈസ് അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായി ചിക്കിങ്ങൊക്കെ വന്നിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ബിരിയാണി ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും തിന്നും എടുത്തു. രസമല്ല, ഒരു ദമ്മില്ല. അപ്പോൾ ഞങ്ങൾ ചിക്കിങ്ങൊക്കെ വന്നതാണ്. മന്തിയാണ് നമ്മൾ ദേശീയ ഭക്ഷണം. പക്ഷേ അതിവിടെ കിട്ടാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ ചിക്കിങ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അയ്യോ നമ്മളെ ഫുഡ് വന്ന് ഹാപ്പി ബ്രോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളെ ബ്രോസ്റ്റ് വന്നിട്ടുണ്ട്. മയോണൈസ് കൂട്ടി അടിക്കണ്ടേ? നല്ല ചിക്കിങ്ങും അതെ, ചിക്കൻ സ്പ്രൈറ്റ് ഉണ്ട്, ഫ്രൈസ് ബ്രോസ്റ്റ് ഉണ്ട്. അല്ല, ബ്രോസ്റ്റ് ചിക്കൻ. ഇവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് 8 മണിക്കല്ലേ, 8:30 ഞങ്ങളെ ട്രെയിൻ വരുന്നത് നാട്ടിലേക്ക്. അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് പരിപാടികൾ അതുവരെ എന്തെങ്കിലും പരിപാടികൾ പിടിക്കട്ടെ. അസാധ്യമായാണ് ഇവിടെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. വെറും കാറ്റാണ്. ബീച്ചിലെ ബീച്ചാണ്. ഇങ്ങനെ വിളിക്കുന്നുണ്ട്.
അവര് നോക്കി നിൽക്കുന്നുണ്ട്. ചാട് നോക്കി നിൽക്കുന്നുണ്ട്. ബോട്ടുണ്ടെന്നുള്ളൂ, മൊത്തം നനഞ്ഞിക്കണ്. ബോട്ടുണ്ടെന്നുള്ളൂ, പക്ഷെ നനഞ്ഞിക്കണ്. ഗൈസ്, അപ്പൊ നമ്മൾ 2 ദിവസത്തെ ഗോവൻ യാത്ര കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിക്കാണ്. അപ്പൊ നമ്മള് ഇൻസ്റ്റ മുഖേന കണ്ട മലബാർ റിസോർട്ട് ട്രാവൽസ് ഗോവ എന്ന പാക്കേജ് മുഖേന നമ്മളിവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് 2 പേർക്ക് ഒരാൾക്ക് 4,300 2 ദിവസത്തിന് ഇവിടെ ചെലവായത്. അതിൽ ഫുഡുണ്ട്, 2 ദിവസത്തെ 2 സ്കൂട്ടി ഉണ്ട്, പിന്നെ ഫ്രഷപ്പ് റൂമുണ്ട്, ബാഗ ബീച്ചിന്റെ അടുത്ത് നമുക്ക് റിസോർട്ടും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ റിസോർട്ടും ഈ റൂമൊക്കെ നിങ്ങൾ എന്റെ 2 ദിവസത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹമാണ് ഷിഫാസ്. ഇദ്ദേഹമാണ് നമ്മളെ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നത്. ഇതിന്റെ ഒരു ബോസ് ഉണ്ട് ഇവിടെ, ഇദ്ദേഹത്തിന്റെ ആണ് ഇവിടെ സാമ്രാജ്യം. വളരെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകാർ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്, നിലമ്പൂരുകാരാണ്. അപ്പൊ പിന്നെ ഏറെക്കുറെ സന്തോഷമായി. വെരി പ്രശ്നമില്ല, മൂപ്പർക്ക് വീഡിയോ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ബ്രദറും കൂടിയാണ് ഇത് നടത്തി വരുന്നത്. നമ്മുടെ നാട്ടുകാർ നിലമ്പൂർക്കാർ തന്നെയാണ്. അപ്പോൾ താങ്ക് യു. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വന്നാൽ നമ്മൾ മറ്റേ പോലെ എന്താ ചെയ്ത് കൊടുക്കൂലേ? അപ്പോ ഓക്കെ, തീർച്ചയായും ഇവിടെ തന്നെ വരും. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നാട്ടിലെത്തിയാ വിളിക്കണോ? നാട്ടിലെത്തുമ്പോ വിളിക്കാം. ഇദ്ദേഹം എത്ര വർഷം പറയുന്നുണ്ട്? ഒരു 1.5 വർഷമായിട്ട് ഇവര് പറയുന്നുണ്ട്. പിന്നെ അലിക്കത്ത് ഒരു 8 വർഷമായിട്ട് ഇവിടെ നടത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ നമ്മളെ 2 ദിവസത്തെ ഗോവ യാത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവിധ പരിപാടി ചെയ്യുക, കമന്റുകൾ ചെയ്യുക. ഏതുവിധ കമന്റ് ഞാൻ സ്വീകരിക്കും. എന്നെ ഉയരങ്ങളിലേക്ക് എത്തുക, അത്രമാത്രം പറയാനുള്ളൂ. അപ്പോ ഗോവൻ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.